ഹായ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഒന്ന് ആലപ്പുഴ വരെ പോയി വന്നാലോ? ആലപ്പുഴയിൽ ഞങ്ങൾ ആദ്യം പോയത് കൃപാസനം എന്ന സ്ഥലത്ത്. നല്ല തിരക്കായിരുന്നു അവിടെ. ജസ്റ്റ് ഒന്ന് അവിടെ കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ഞങ്ങൾ നേരെ പോയത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. പ്രസിദ്ധി ആർജിച്ച പള്ളിയാണ് അർത്തുങ്കൽ പള്ളി. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെയാണ് ഈ പള്ളി. പള്ളിയുടെ ഫ്രണ്ടിലെത്തി പള്ളി ഒന്ന് ആസ്വദിച്ച് നോക്കുമ്പോൾ അതാ കുട്ടികൾ കളികൾ തുടങ്ങി. കിങ്ങിണിയും തക്കും മണൽ കണ്ടിട്ടാന്ന് തോന്നുന്നു. തീരദേശത്തിലെ തൊട്ട് ഫ്രണ്ടിൽ കടലാണ്. അപ്പോൾ മണൽ കണ്ടിട്ട് ഇവർ കടൽ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ഓടിപ്പോവുകയാണ്. പിന്നെ ഞാൻ വിളിച്ചു നിർത്തി, പള്ളിയുടെ അകത്തേക്ക് ഒന്ന് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലകത്ത് കയറി പള്ളിയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തു. നല്ല ഭംഗിയുള്ള പള്ളിയാണ്. 1647 ആണെന്ന് തോന്നുന്നു. കപ്പലിൽ കൊണ്ടുവന്ന സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപമുണ്ട് അവിടെ. അതാണ് അവിടുത്തെ പ്രത്യേകത. രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും വേണ്ടിയാണ് പുണ്യാളനോട് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ആ രൂപം. പിന്നീട് ഞങ്ങൾ പുറത്തേക്ക് കിടന്ന് പള്ളി ചുറ്റും നടന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കൗതുകകരമായ കുറേ സ്റ്റാച്യുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ദേവരാജ്യ പ്രഘോഷണം. പിന്നെ കാനായിലെ കല്യാണ വിരുന്ന്, അങ്ങനെ പല പല സ്റ്റാച്യുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ ഒരു കപ്പലിൻ്റെ മോഡലുണ്ട്. കപ്പലിൻ്റെ മോഡലിൽ ഒരു സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപവും വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ്. ബീച്ചിലേക്ക് പോയി. അവിടെ അർത്തുങ്കൽ എന്ന് എഴുതിയിട്ട് ഒരു ഫ്രെയിമുണ്ട്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ബീച്ചിലേക്ക് നടന്നു. നട്ടുച്ച സമയമായ കാരണം ബീച്ചിൽ ഇറങ്ങിയില്ല. അല്ലെങ്കിലും അവിടെ ഇറങ്ങാൻ സൗകര്യമില്ല കേട്ടോ. ചുറ്റും നിറയെ ബോട്ടുകൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ആ പാട്ട് ഓർമ്മ വന്നു. അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ വന്നല്ലോ. പാട്ടൊക്കെ പാടി കാഴ്ചകൾ കണ്ട് നടന്ന് സമയം പോയതറിഞ്ഞില്ല. വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. നേരെ ഹോട്ടലിലേക്ക് പോയി. എല്ലാവരും പല പല ഭക്ഷണങ്ങൾ വാങ്ങിച്ചു. ഞാൻ സാധാ ഒരു ഊണാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് പോയത് പാർക്കിലേക്കാണ്. 20 രൂപയാണെന്ന് തോന്നുന്നു അവിടേക്കുള്ള എൻട്രി ഫീസ്. അതിനുള്ളിൽ കയറിയപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. 1-2 റൈഡുകളുണ്ട്. പക്ഷേ കുറേ ആളുകൾ വരുന്നുണ്ട്. ഞങ്ങൾ എന്നാലും സമയം അവിടെ കുറേ ചിലവിട്ടു. വെയിലാറിയിട്ടാണ് ബീച്ചിലേക്ക് പോയത്. അപ്പോഴേക്കും കിങ്ങിണി ബീച്ചിലിറങ്ങാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ നേരെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക്. ഇതാണ് മെയിൻ ഉള്ള ആലപ്പുഴ ബീച്ച്. ബീച്ചിലിറങ്ങിയാൽ പിന്നെ ഒന്നും നോക്കാനില്ല. കുട്ടികളെല്ലാം കളി തുടങ്ങി. നല്ല തിരയുണ്ടായിരുന്നു. വെള്ളം വന്ന് തിരിച്ച് പോകുമ്പോൾ നമ്മളെയും കൊണ്ടുപോകുന്ന പോലെ അത്രയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു തിരക്ക്. എല്ലാവരും കൂട്ടം കൂടി നിന്ന് അങ്ങനെ വെള്ളത്തിൽ കളിച്ചു. ആളുകൾ ഒത്തിരി വന്നു തുടങ്ങിയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി. കടലോരത്തെ കടകളെല്ലാം സജീവമായി. ബജ്ജിക്കടകൾ, ടോയ് കടകൾ, വെള്ളം, അങ്ങനെ സർവത്ര സാധനങ്ങളും. പിന്നെ പുറകോട്ട് നോക്കിയപ്പോഴാണ് അവിടെ പാരച്യൂട്ട് റൈഡ് നടക്കുന്നത് കണ്ടത്. അതിൽ കയറാൻ പേടിയുള്ളത് കൊണ്ട് കണ്ടു നിന്ന് ആസ്വദിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് താഴേക്ക് ലാൻഡ് ചെയ്യുന്നത് കാണാൻ. ഒത്തിരി ആളുകൾ അതിൽ കയറാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുതിര സവാരി, ബോട്ട് സർവീസ് എല്ലാം ഉണ്ട്. കടലിൻ്റെ ഭംഗി ഒന്നും കൂടി ആസ്വദിച്ച് അങ്ങനെ നിന്നു. സൺസെറ്റ് ആവാറായി. എന്ത് ഭംഗിയായാലേ കാണാൻ, എത്ര കണ്ടാലും മതി വരില്ല. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്നും യാത്രയായി. ഇപ്പോഴും കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോയിട്ടില്ല കേട്ടോ. അത് വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.